നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഞാറക്കലിൽ കഴിഞ്ഞ ദിവസമാണ് വയോധിക ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഞാറക്കൽ പെരുമ്പിള്ള കരോളിൽ സുധാകരൻ എന്ന 75 വയസ്സുകാരനും ഭാര്യ ജിജി എന്ന 70 വയസ്സുകാരിയുമാണ് കഴിഞ്ഞ ദിവസം രാവിലെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം. കാലിൽ ഇലക്ട്രിക് വയർ ചുറ്റിയ നിലയിലായിരുന്നു സുധാകരന്റെ മൃതദേഹം. പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി വരികയാണ്. രോഗങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഇവരെ അലട്ടിയിരുന്നു എന്നാണ് വിവരം. 1 മാസമായി വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലാണ് ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തിങ്കളാഴ്ച വൈകിട്ടാണ് അയൽക്കാർ ഇവരെ അവസാനമായി കാണുന്നത്. ഇന്നലെയും ഇന്നും ഇരുവരെയും അയൽവാസികൾ പുറത്ത് കണ്ടിട്ടില്ലായിരുന്നു. ഇതോടെയാണ് അയൽക്കാർ വീടുടമസ്ഥനെ വിവരം അറിയിച്ചത്. തുടർന്ന് വീടുടമസ്ഥൻ പഞ്ചായത്ത് വാർഡ് അംഗത്തെയും കൂട്ടി എത്തി വീട് തുറന്നപ്പോഴാണ് ഇരുവരുടെയും മൃതദേഹം കണ്ടത്. തുടർന്ന് പോലീസിനെയും KCBയെയും വിവരം അറിയിക്കുകയായിരുന്നു. വീടിന്റെ ഉള്ളിലെ സ്വിച്ച് ബോർഡിൽ നിന്ന് വയർ ഘടിപ്പിച്ച് സുധാകരന്റെ കാലിൽ വിരലിൽ ചുറ്റിയിരുന്നു. സുധാകരനെ പിടിച്ചുകൊണ്ട് ജിജി നിന്നതിന് ശേഷം സമീപത്ത് കിടന്ന വടികൊണ്ട് ഇവർ സ്വിച്ച് ഓൺ ചെയ്യുകയും ചെയ്തു എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ജിജിയുടെ മുകളിൽ വീണ് കിടക്കുന്ന രീതിയിലാണ് സുധാകരന്റെ മൃതദേഹം. ഇലക്ട്രിക് വയർ ചുറ്റിയ ഇടം കരഞ്ഞിട്ടുണ്ട്. നേരത്തെ പെയിന്റിംഗ് ജോലികൾ കരാർ എടുത്തിരുന്ന സുധാകരനും ജിജിയുടെ വീട് വിറ്റ് അടുത്തിടെയാണ് വാടക വീട്ടിലേക്ക് മാറിയത്. എറണാകുളത്തും നാട്ടിലും താമസിക്കുന്ന 2 ആൺമക്കൾ ഇവർക്കുണ്ട്. പക്ഷെ എന്തിനാണ് ഇവർ ഇങ്ങനെ ചെയ്തത് എന്നറിയില്ല. അതായത് ഇത്രയും മാരകമായ ഒരു മരണം തനിക്ക് വേദന ഉണ്ടായാൽ മതി, ഭാര്യയ്ക്ക് ഉണ്ടാകേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടായിരിക്കണം ഒരു പക്ഷേ ഇങ്ങനെ ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നത്. 70ഉം 75 വയസ്സുമാണ് രണ്ടുപേർക്കും പ്രായം. ഈ ഒരു വാർദ്ധക്യ അല്ലെങ്കിൽ വയോധികരായ ഈ ഒരു അവസ്ഥയിൽ അവർ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്. ഇത്രയും വയസ്സിൽ അവർ പൊരുതി നേടിയില്ലേ, ജീവിതം മുന്നോട്ട് കൊണ്ടുപോയില്ലേ, അവസാന നിമിഷം ഒട്ടും പിടിച്ചു നിൽക്കാൻ പോലും പറ്റാത്ത ഗതി എന്താണ് അവർക്ക് ഉണ്ടായതെന്ന ചോദ്യം ഉണ്ടാവുകയാണ്. എന്തായാലും മറ്റൊരു വാർത്ത നമുക്ക് കൂടി ഒന്ന് പരിശോധിക്കാം. ഇരിങ്ങാലക്കുടയിൽ ഗർഭിണിയായ യുവതിയെ ഭർത്തൃ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ വിശദ അന്വേഷണം നടത്തുന്നു. കരുമാത്ര സ്വദേശി ഫസീല എന്ന 23 വയസ്സുകാരിയാണ് മരിച്ചത്. ഭർത്തൃപീഡനത്തെ തുടർന്നാണ് യുവതി ജീവനൊടുക്കിയത് എന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ ഭർത്താവ് നൌഫലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. തെളിവുകളും നൌഫലിന് എതിരാണ്. നൌഫലിന് സംശയരോഗം ഉണ്ടായിരുന്നുവെന്നും സൂചനകൾ ഉണ്ട്. ചൊവ്വാഴ്ച ഭർത്തൃ വീട്ടിലെ ടെറസിലാണ് യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഫസീല 2ാമത് ഗർഭിണിയായതിന് പിന്നാലെ ഭർത്താവ് ദേഹോപദ്രവം ചെയ്യുന്നുണ്ട് എന്ന് യുവതി ഉമ്മയ്ക്ക് വാട്സ്ആപ്പ് സന്ദേശം അയച്ചിരുന്നു. ഗർഭിണിയായിരുന്ന സമയത്ത് നൌഫൽ ഫസീലയെ ചവിട്ടിയിരുന്നു എന്നും ബന്ധുക്കൾ ആരോപിച്ചു. 1.5 വർഷം മുമ്പായിരുന്നു ഇരുവരുടെയും വിവാഹം. കാർഡ്ബോർഡ് കമ്പനിയിലെ ജീവനക്കാരനാണ് നൌഫൽ. ദമ്പതികൾക്ക് 10 മാസം പ്രായമായ ഒരു കുഞ്ഞുണ്ട്. നെടുങ്കാടുത്തുകുന്ന് സ്വദേശിയാണ് നൌഫൽ. ഗർഭിണിയായ തന്നെ വയറ്റിൽ ചവിട്ടിയെന്നും നിരന്തരം മർദ്ദിച്ചുവരുന്നു എന്നുമാണ് ഫസീല ഉമ്മയ്ക്ക് അയച്ച വാട്സ്ആപ്പ് സന്ദേശത്തിൽ പറയുന്നത്. ഭർത്തൃ മാതാവ് തെറി വിളിക്കുമെന്നു എന്നും അവർ തന്നെ കൊല്ലുമെന്നും ഫസീല പറയുന്നുണ്ട്. ആത്മഹത്യക്ക് പിന്നാലെ പോലീസിൽ പരാതി നൽകിയ ഫസീലയുടെ കുടുംബത്തോട് നൌഫലിന്റെ വീട്ടുകാർ വളരെ മോശമായാണ് സംസാരിച്ചത് എന്നും ബന്ധുക്കൾ പറയുന്നു. ഫസീലയുടെ വിവാഹം കഴിഞ്ഞ് 1 വർഷം 9 മാസമേ ആയിട്ടുള്ളൂ. ഫസീല അയച്ച വാട്സ്ആപ്പ് സന്ദേശം പുറത്തായിട്ടുണ്ട്. ഉമ്മ, ഞാൻ 2ാമത് ഗർഭിണിയാണ്. നൌഫലിന്റെ വയറ്റിൽ കുറെ ചവിട്ടി, കുറെ ഉപദ്രവിച്ചു. അപ്പോൾ എനിക്ക് വേദനിച്ചപ്പോൾ ഞാൻ നൌഫലിന്റെ കഴുത്തിന് പിടിച്ചു. നൌഫൽ നുണ പറയുന്നു. ഇവിടത്തെ ഉമ്മ എന്നെ തെറി വിളിക്കുന്നു. ഉമ്മ, ഞാൻ മരിക്കുകയാണ്, എന്നെ അല്ലെങ്കിൽ ഇവർ കൊല്ലും. അസ്സലാമു അലൈക്കും. എന്റെ കൈയൊക്കെ നൌഫൽ പൊട്ടിച്ചു. പക്ഷേ എന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യരുത്, ഇതെന്റെ അപേക്ഷയാണ് എന്നുള്ള സന്ദേശവും പലതായിട്ടാണ് ഫസീല മാതാവിന് അയച്ചിട്ടുള്ളത്. യുവതി 2ാമതും ഗർഭിണിയായിരുന്നു എന്ന വിവരം മരിക്കാൻ പോകുന്നുവെന്ന സന്ദേശം വന്നപ്പോഴാണ് വീട്ടുകാർ പോലും അറിയുന്നത്. കൊടുങ്ങല്ലൂർ കോതമ്പറയിൽ വാടകയ്ക്ക് താമസിക്കുന്ന പതിയാശ്ശേരി സ്വദേശി കാട്ടുപറമ്പിൽ അബ്ദുൾ റഷീദിന്റെയും സക്കീനയുടെയും മകളാണ് ഫസീല എന്ന് പറയുന്നത്. മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടുകാർക്ക് വിട്ടു നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. 9 മാസം പ്രായമുള്ള കുഞ്ഞിനെ വിട്ടുകൊടുത്ത് അല്ലെങ്കിൽ ഒറ്റയ്ക്കാക്കിയിട്ടാണ് ഉമ്മ പോയിരിക്കുന്നത്. ഒട്ടും പിടിച്ചു നിൽക്കാൻ പോലും പറ്റാത്ത സാഹചര്യമായിരുന്നിട്ടുണ്ടാകാം. എന്തുകൊണ്ട് മരിക്കുന്നതിന് മുൻപ് അവരുടെ വീട്ടുകാരോടൊപ്പം പൊക്കൂടാ എന്നൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. എന്തായാലും പോലീസ് അന്വേഷണം ഊർജിതമായി തന്നെ തുടരുന്നുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. ഒരിടത്ത് ഭാര്യയുമായി മരിക്കുന്ന ഭർത്താവ്, മറ്റൊരിടത്ത് ഭാര്യയെ നിരന്തരം സംശയത്തിന്റെ പേരിൽ ഉപദ്രവിക്കുന്ന ഭർത്താവ്, ഒടുവിൽ തൂങ്ങി മരിക്കുന്ന ഭാര്യ. നമ്മുടെ സമൂഹത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നമുക്ക് നെറ്റിലോട് കൂടി അല്ലാതെ കേൾക്കാൻ സാധിക്കുകയില്ല.